ഇതിനിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. വിവരങ്ങൾ ഡി ബിനോയ് നൽകും. ബിനോയ്, കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിന്റെ തുമ്പത്തേക്ക് എത്തിക്കുന്ന വാർത്തയാണിത്. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ? തീർച്ചയായും നാളെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. നാളെ 9:30 മണിക്ക് സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് അർജന്റീൻ ടീമിന്റെ വരവും എവിടെയൊക്കെയാണ് മത്സരങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ അനുമതി ടീമിന് ലഭിച്ചിരിക്കുന്നു, പ്രത്യേകിച്ചും കേരളത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. അതേസമയം മെസ്സി പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനാണ്. കേരളത്തിൽ 2 മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അർജന്റീനൻ ടീം എത്തുന്നത്. ഒപ്പം എതിരാളികളായി ഏഷ്യയിലെ ഏതെങ്കിലും പ്രമുഖരായ ഒരു ടീമിനെ കൂടി സംഘടിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. സ്പോൺസർമാർ വഴിയാണ് ഇത്തരത്തിൽ ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള പൈസ കണ്ടെത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നാളെയോടുകൂടിയേ വ്യക്തമാക്കുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, കേരളത്തിൽ 2 മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അടുത്ത വർഷം, അതായത് ആ തീയതി പറഞ്ഞു വരുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്, സ്കൂളിലെ പരീക്ഷകൾ കാലം കഴിഞ്ഞ ശേഷമായിരിക്കും ടീം കേരളത്തിലേക്ക് എത്തുക എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. എവിടെയൊക്കെയാണ് വേദികൾ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം വന്നിട്ടില്ല. എന്തായാലും ഫുട്ബോൾ ആരാധകർക്ക് വളരെയധികം സന്തോഷം പകരുന്ന, ആവേശം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് സംസ്ഥാന കായിക മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. നാളെ 9:30 മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് സ്പോർട്സ് വകുപ്പ് മന്ത്രി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ലതീഷ്, അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് നിർണായക പ്രഖ്യാപനം നാളെ രാവിലെ 9:30 കായിക വകുപ്പ് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. വിവരങ്ങളാണ് ഡി ബിനോയ് നൽകിയത്. മലപ്പുറത്ത് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി. നിലമ്പൂർ കാട്ടുമുണ്ട സ്വദേശി ജാഷിദിനെതിരെയാണ് പരാതി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കപ്പെട്ടത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യുവാക്കളാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ജാഷിദ്